ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ കുക്കർ മന്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ 1 kg അരിയൊക്കെ ഒന്ന് നല്ലോണം കേകി എടുത്തുകൊണ്ട് വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കുക. അപ്പോൾ കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മന്തി റെസിപ്പിയാണ്. അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം കേകിയിട്ട് വെള്ളം തോരാൻ വെച്ച് കഴിഞ്ഞിട്ടോ വലിയ വലിയ പീസാക്കി കൊണ്ടാണ് ചിക്കൻ കട്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് കുക്കർക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് അധികം തിരക്കുണ്ട്. കേക്കിന് ഒരു 3-4 കേക്കിന് ഓർഡറും ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഒരു 3 മാഗിക്കട്ട, ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ 2 എണ്ണമാണല്ലോ, അങ്ങനെ 3 പീസ് എടുത്തുകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കാറ്ററിങ്ങിൻ്റെ വർക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് എടുക്കലില്ല കേട്ടോ. ആദ്യം അതും ഒക്കെ സുന്നത്തെല്ലാം കഴിച്ച് കിടക്കുകയാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. എന്നാലും ഞാൻ കുറച്ചും കൂടി ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റെടുക്കുള്ളൂ. കേക്കൊക്കെ ആകുമ്പോൾ രാത്രി നമുക്ക് ചെയ്തേക്കാം. അപ്പോൾ ഈ 3-4 കേക്കും ഞാൻ രാത്രി ക്രം കോട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് ഫിനിഷ് ചെയ്യാണ്ട്. അപ്പോൾ ഒരു സ്പൂൺ, വലിയൊരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മന്തി മസാല ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടോ. അപ്പോൾ ഈ കുക്കർ കുറച്ച് ഹൈറ്റ് കൂടിയ കുക്കർ ആയതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കാണാത്തത്. അങ്ങനെ 2 ടേബിൾ സ്പൂണ് മന്തി മസാലൻ്റെ പൊടി ഇട്ടെടുത്തു. ഇനി നമുക്കിതൊക്കെ ഒരു റെഡ് കളർ ഉണ്ടല്ലോ, അതൊരു നുള്ളിട്ട് കൊടുക്കണം. ഇട്ടിട്ടില്ലേ പിന്നെ മന്തി അല്ലല്ലോ, ഇടാദ്യം ചെയ്യുക കേട്ടോ. എന്നാലും നമുക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ അതിക്ക് ക്യാപ്സിക്കം ഇട്ടെടുത്ത് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത്. ഇനി നമുക്കിതൊക്കെ കൈ വെച്ചങ്ങാണ്ട് നല്ലോണം കുഴച്ചെടുക്കണം. ഒരു 2 ഉണക്ക നാരങ്ങ ഇട്ട് കൊടുത്തേക്കണം. അങ്ങനെ നല്ലോണം കുഴച്ചെടുത്തിട്ട് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം. അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടമാകണം എല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതേപോലെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിച്ച് വിട്ടാൻ നമ്മൾ ഈസി കുക്കുമ്പോൾ വെച്ചിന്. അതിക്ക് ഞാൻ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, കുരുമുളക്, നല്ല ജീരകം, പച്ചമല്ലി, പിന്നെ ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്ന് ഊറ്റി വെച്ചിന് കേട്ടോ. ആ ഊറ്റി വെച്ച അരി അതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോഴേ, ചോറൊക്കെ വേവിച്ചെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. അരി നല്ലോണം നമ്മൾ ഈ ചെമ്പക്ക് തിളപ്പിച്ച് വിട്ടിട്ടുണ്ട് അത്ര തന്നെ അരി. ഇനി ബിരിയാണി ആണെങ്കിലും അതേപോലെ കപ്സിയും മന്തി എന്താണെങ്കിലും വേവാൻ പാടില്ല. ഒന്ന് ഉള്ളത്തെ അരി ഒന്ന് എന്താ പറയുക, ഒന്ന് പൊട്ടി വന്നാൽ മതി. കൈയൊക്കെ കണ്ടോ, കേക്കിൻ്റെ വർക്ക് എടുത്തിട്ട് ആകെ റെഡ് കളറാണ്. ഈ കേക്കൊക്കെ ഓർഡർ ആക്കണവരോടെ ഒരു വിധം ഞാൻ കളറ് ഒഴിവാക്കലാട്ടോ. നല്ല കളർ ഉണ്ടല്ലോ, നല്ല റെഡ് വേണമെന്നറിയും, നല്ല പർപ്പിൾ വേണമെന്നറിയും. അതൊക്കെ നമുക്ക് ഭയങ്കര കേടാണ്. ചെറിയ രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം നമ്മൾ ഈ കൈ കഴുകിയാലും അതങ്ങോട്ട് പോയി കിട്ടൂല. സാവധാനെ പോവുള്ളൂ. അങ്ങനെ അരിയൊക്കെ ഒന്ന് തിള വന്നുകൊണ്ട് നമുക്ക് ഈ ചിക്കൻ ഉണ്ടല്ലോ അത് വേവിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. അതിൻ്റെ മുകൾക്ക് നമുക്ക് ഊറ്റിയിടാം. അപ്പോൾ ചോറിങ്ങനെ ഇട്ടെടുക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്തേക്കണം. പിന്നെ ബാക്കി പിന്നെയും ചോറിട്ട് കൊടുക്കുക. പിന്നെ ചോറിൻ്റെ മുകളിൽ ഞാൻ കനലൊന്നും വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. കുക്കർ അടച്ചുകൊണ്ട് ഒറ്റ വിസിലിന് ഹൈ ഫ്ലെയിമിലിട്ടുകൊണ്ട് വേവിച്ചെടുക്കുക. അങ്ങനെ ഒരു വിസിൽ വന്നുകൊണ്ട് ഓഫ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ആവിയൊക്കെ പോയിട്ട് പിന്നെ ഞാൻ വേറെ ചെമ്പക്ക് മാറ്റിയെടുത്തു. അപ്പം കുക്കറിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിച്ച് അടിയിൽ പിടിക്കൊന്നുമില്ല കേട്ടോ. കണ്ടോ, അങ്ങനെ ചട്ടം കൊണ്ട് എടുത്താൽ ഒക്കെ അങ്ങനെ അതിൻ്റെ കായൊക്കെ അങ്ങനെ അടിയിൽ നിന്ന് വേറിട്ട് പോരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കുക്കറിൽ ചോറ് വെച്ചാൽ. ഇനിയിപ്പോൾ ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും മന്തി ആണെങ്കിലും കുക്കറിൽ വെക്കുമ്പോൾ എല്ലാ ചോറിനും ഒരു പ്രത്യേക മഴയാണല്ലോ. അതേപോലെ ചിക്കനൊന്നും ഉടയാതെ തന്നെ കിട്ടിയിരിക്കണം. അപ്പോൾ ഞാൻ ചോറ് വെക്കണതന്നെ 12 മണിക്കാട്ടോ. അങ്ങനെ ആദ്യക്കും അതുവിനൊക്കെ അങ്ങനെ ചോറും എന്താണേലും പിന്നാലെ നടക്കണം കേട്ടോ കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുത്തിട്ട് പോലെ ഉറക്കിയിട്ട് വേണം എനിക്ക് കേക്കിൻ്റെ പണിയെടുക്കാൻ. അപ്പോൾ ഇഷ്ടം പോലെ വർക്ക് ചെയ്യാണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളി കുക്കർ മന്തി റെഡി ആയിട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണ്ട എല്ലാവരും. ചെയ്യാത്തവരുണ്ടെങ്കിൽ
ചിക്കൻ ഉടയും എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അങ്ങനെ മക്കൾക്കുള്ള ഫുഡ് എടുക്കലൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കേക്കിൻ്റെ വർക്ക് എടുക്കണത്. അപ്പോൾ അത് പെട്ടെന്ന് പിന്നെ വന്നൊരു ഓർഡറാണ്. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ചോറിന് മുന്നേ തന്നെ ഓവനിൽ വെച്ചിരുന്നു. ഒക്കെ പാടെ വീഡിയോ എടുത്താൽ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് നമ്മൾ പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്താൽ നടക്കൂല. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അധികം ടൈം വേണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കൊടുക്കാനുള്ളതാവുമ്പോൾ അങ്ങനെ ചെയ്യൽ. അപ്പോൾ ഇത് നട്ടി ബബിൾ പറഞ്ഞ കേക്കാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്രം കോട്ട് ചെയ്തുകൊണ്ട് ഫ്രീസറിൽ വെച്ചിനി. ഫ്രീസറിൽ വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇത് ചെയ്യണത്. അപ്പോൾ സ്ക്വയറിൻ്റെ കേക്കാകുമ്പോൾ നമുക്ക് ഫിനിഷ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. നമുക്ക് റൗണ്ട് ചെയ്യണ മാതിരിയല്ല, അതിലേറെ സമയം വരും സ്ക്വയർ ചെയ്യാൻ. അപ്പം എന്നോട് കമൻറ്റിൽ ഒരു 3-4 കമൻറ്റ് ഞാനിത് കണ്ടിരിക്കണ് പല വീഡിയോസിലായിട്ട്. ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പം കേക്ക് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം കേക്കിൻ്റെ ബേക്കിങ്ങിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമേ കേക്ക് ചെയ്യാൻ നമ്മളെ ബേക്കിങ് കുക്കിങ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കും. എന്താണെങ്കിലും ഇനിയിപ്പോൾ യൂട്യൂബിൽ കാണുന്നതാണെങ്കിലും എന്ത് നമ്മൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് ഇതുവരെയും പരീക്ഷിച്ചതൊന്നും ഫ്ലോപ്പായിട്ടില്ല. അങ്ങനെ ഞാൻ ആദ്യം തന്നെ നമ്മൾ ഈ ഫസ്റ്റ് കൊറോണ ടൈമിൽ ഞാനിങ്ങനെ യൂട്യൂബ് നോക്കിക്കാണ്ട് കേക്ക് ചെയ്തിട്ട് റെഡി ആയിക്കണ്. അപ്പം അങ്ങനെ നമുക്ക് മക്കൾക്ക് കഴിക്കാനിട്ടോ, അല്ലാതെ പുറത്തേക്ക് സെയിൽ ചെയ്യാനൊന്നുമല്ല, മക്കൾക്ക് കഴിക്കാനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തേനി. പിന്നെ അതിൻ്റെ ഇടയിലാണ് ആദ്യം ഉണ്ടായതൊക്കെ. പിന്നെ ഓലെ പ്രസവാവോളം ഫുള്ള് റെസ്റ്റും കാര്യങ്ങളും. പ്രസവം കഴിഞ്ഞാൽ പിന്നെ ഇരട്ടകളല്ലേ, കുറേ ഒരു 2 വർഷത്തോളം ഓലെ പിന്നാലെ അങ്ങനെ 2 വയസ്സ് വരെ അല്ല 3 വയസ്സ് വരെ ഓലെ പിന്നാലെ നടന്നിക്കണം. ഓലെ നോക്കിയിട്ടും നമുക്ക് വീട്ടിലത്തെ പണി തന്നെ ചോറും കൂട്ടാനും കഷ്ടിച്ച് ഇങ്ങനെ ഒപ്പിച്ച് ഉണ്ടാക്കുക, അവരെ നോക്കുക. വീട്ടിൽ വേറെ ആരുമില്ലല്ലോ, മക്കൾ തന്നെയല്ലേ ഉള്ളൂ. അങ്ങനെ ഹസ്ബൻഡും മക്കളും വീടും ഒക്കെ ആയിങ്ങാണ്ട് അങ്ങനെ എൻ്റെ ലോകം അങ്ങനെ ഒതുങ്ങിക്കൂടിനിട്ട് അവരെ നോക്കി അങ്ങനെ. അതിൽ പെട്ടെന്ന് ഈ 3 വയസ്സായപ്പം അവരുണ്ടല്ലോ ആദ്യം അംഗൻവാടിക്കാക്കി. കാരണം ഒരു സംസാരിക്കാൻ കുറച്ച് താമസേനി. എല്ലാം സംസാരിക്കും, നമുക്ക് പെട്ടെന്ന് തിരിഞ്ഞു കിട്ടൂല. അപ്പോൾ റെഡിയായി വന്നിട്ടുള്ളൂ കേട്ടോ അംഗൻവാടിക്ക്. മാഷാ അല്ലാഹ് അംഗൻവാടിക്കൊക്കെ വിട്ടപ്പം ശരിയായി. അപ്പം ഞാൻ ഓലിൻ്റെ അടുത്തുനിന്നാണ് പോയപ്പം ഞാനിങ്ങോട്ട് ഒറ്റപ്പെട്ട മാതിരിയായിട്ടോ. ഭയങ്കര പിന്നെന്താ പറയുക, നേരം പോണില്ല, എത്ര പണിയെടുത്തിട്ടും നീങ്ങണില്ല. അങ്ങനെ നിന്നപ്പോഴാണ് എനിക്ക് ഈ കേക്കിൻ്റെ എന്തെങ്കിലും പെരയിലിരുന്ന് കാണ്ട് എന്തെങ്കിലും ഒരു പണി എനിക്ക് എന്താ പറയുക, നമുക്ക് ഏൺ ചെയ്യാനല്ല കേട്ടോ, പൈസ ഇട്ടാനോ അങ്ങനല്ല, എനിക്ക് സമയം പോകണം. അപ്പം ഈ 3:30 വരെ അങ്ങോട്ട് ആയി കിട്ടൂല കേട്ടോ. ഞാൻ പിന്നെ അടിച്ചലും തുടക്കലും വാരലും ഇറങ്ങാണ്. ഞാൻ പെട്ടെന്ന് പണി തീർക്കും ചോദിച്ചും. എനിക്കുണ്ടല്ലോ നമ്മളൊരു പണി ഉള്ളത് ഇങ്ങോട്ട് നോക്കി നിൽക്കല്ല, പെട്ടെന്ന് എടുത്ത് തീർക്കണ ഒരു പ്രകൃതിയും കൂടിയാണ് എൻ്റെത്. പിന്നെ സമയം ഒരുപാട് വേസ്റ്റ് ആയിക്കാരം. അപ്പം അങ്ങനെയാണ് ഞാൻ വീട്ടിലിരുന്ന് കാണാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതിലാണ് ഞാൻ ഈ കേക്ക് തുടങ്ങിയത്. അപ്പം അങ്ങനെ ഞാൻ കേക്ക് ഇങ്ങനെ ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഞാൻ പിന്നെ 2-3 കേക്ക് പിന്നെ ഞാൻ ഇവർ പോയി കഴിഞ്ഞാൽ മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളെ ഈ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ, ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അതിൽ ചേർന്നു. അങ്ങനെ ആ ഒരു ഗ്രൂപ്പിൽ നമുക്ക് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അതിൽ ചേർന്നപ്പം അപ്പോൾ എല്ലാവരും കേക്ക് ചെയ്യണ ഫോട്ടോസ് അതിൽ വിടും. അതേപോലെ എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. അപ്പം എൻ്റെ ആ ഗ്രൂപ്പിലുള്ള സബ്സ്ക്രൈബർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ബേക്കിങ്ങിൻ്റെ ഫീൽഡൊക്കെ വരുമ്പോൾ നമുക്ക് പിന്നെ ഗ്രൂപ്പായിട്ടും കാര്യങ്ങളും ഒരുപാട് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഈ ബേക്കിങ്ങിൻ്റെ ഫീൽഡിൽ വന്നിട്ട് ഒരുപാട് ഫ്രണ്ട്സുകളെയും ഒരുപാട് നല്ല നിമിഷങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ബേക്കിംഗ് ജേർണി എന്ന് പറഞ്ഞാൽ. അപ്പം കമൻറ്റിനുള്ള റിപ്ലൈ ഞാൻ ഇങ്ങനെ വോയിസ് കൂടെ തരികയാണ്. അപ്പോൾ ഞാൻ ആ കമൻറ്റിൽ ഞാൻ അപ്പം തന്നെ റിപ്ലൈ ഞാൻ കൊടുത്തിട്ടില്ല. വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയിൽ പറഞ്ഞാൽ മതി എന്ന് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അപ്പം അങ്ങനെ ബേക്കിങ്ങും കേറ്ററിങ്ങും ഒക്കെ ആയിങ്ങാണ്ട് നമ്മളെ കൊച്ചു ആഗ്രഹങ്ങളൊക്കെ നമ്മളെ സ്വന്തം കാര്യത്തിലും നമ്മളെ സ്വന്തം കാലിലും നിന്നുങ്ങാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം എന്നോട് എല്ലാവരും ചോദിച്ചു, എനിക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ, ഇങ്ങനെ പൈസ ഉണ്ടാക്കണ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതിനൊക്കെ റിപ്ലൈ ആയിങ്ങാണ്ടാണ്. അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, ടൈം പാസിന് ചെയ്യണതാണ് ഞാനിത്. അപ്പോൾ വെറുതെ വീട്ടിലിരുന്നുങ്ങാണ്ട് സമയം കളയാനും എനിക്കിഷ്ടമല്ല. അതേപോലെ വിദ്യാഭ്യാസം കൊണ്ട് വലിയ ജോലി എടുക്കാനുള്ള അറിവ് എനിക്കില്ലേനും. അപ്പം അങ്ങനെ ഞാനൊരു തൊഴിൽ കണ്ടെത്തിയതാണ് കേട്ടോ, ബേക്കിങ്ങും കേറ്ററിങ്ങും. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എന്തെങ്കിലും ഒരു നമുക്കൊരു അറിവുണ്ടാവുമല്ലോ, അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു ജോലി തിരഞ്ഞെടുക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.